പക്ഷെ തരൂർ അറിയപ്പെടുന്ന ഒരു ചിന്തകനും എഴുത്തുകാരനും വാഗ്മിയും രാഷ്ട്രീയ തന്ത്രജ്ഞനും ഒക്കെയുള്ള അനുഭവ സമ്പത്തുള്ളൊരു വലിയ ലോകമറിയപ്പെടുന്നൊരു നേതാവാണ്. അദ്ദേഹം കോൺഗ്രസ്സിലായിരുന്നു. കോൺഗ്രസ്സുകാർ കോൺഗ്രസിൻ്റെ താല്പര്യത്തിനനുസരിച്ച് അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം കേന്ദ്രമന്ത്രിയും എം പിയും ഒക്കെയായി ജയിച്ചു വന്നത്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു ചിന്തിക്കുന്ന മനുഷ്യനാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും അഭിപ്രായങ്ങളും കേട്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. ഇപ്പോൾ അടുത്ത കാലത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങളാണ് ഇപ്പോൾ അദ്ദേഹത്തിന് നേരെ കോൺഗ്രസ്സുകാർ അതിലൊരു വിഭാഗം ചാടിക്കയറിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഒരു യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞു. കേരളം നല്ലൊരു വ്യവസായ സംരംഭ അന്തരീക്ഷമുള്ളൊരു നാടാണ്. കേരളം അതിവേഗത്തിൽ വളർന്ന് വികസിക്കുകയാണ്. അങ്ങനെ കേരളത്തിൻ്റെ താല്പര്യങ്ങളിൽ, കേരളത്തിൻ്റെ അഭിവൃദ്ധിയിൽ വ്യവസായങ്ങൾക്ക് വലിയ പങ്കുണ്ട്. അതുകൊണ്ട് കേരളം ഒരു വികസനോന്മുഖമായ സംസ്ഥാനമാണ്. ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വിദ്യാഭ്യാസം, സാമൂഹ്യനീതി, സാമൂഹ്യ പ്രതിബദ്ധത, വ്യവസായം, ക്രമസമാധാനം, ജനങ്ങളുടെ സുരക്ഷിതത്വം, വിദ്യാഭ്യാസം, ഈ മേഖലകളിലെല്ലാം കേരളം ഇടതുപക്ഷ ഗവൺമെൻറ്റിൽ ശക്തി പ്രാപിച്ചു ഒരു യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞു. ആ യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞതിന് എന്തിനാണ് കോൺഗ്രസിൻ്റെ ഉന്നതനായൊരു നേതാവിനെ കോൺഗ്രസ്സിലെ ചില ഗ്രൂപ്പുകാർ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്? അത് ഞങ്ങൾക്കത് മനസ്സിലാകാത്തൊരു കാര്യമാണ്. അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ചിലരുടെ മത്സരങ്ങളാണ് ഇത്തരമൊരു സാഹചര്യം ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. അധികാരത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാരും ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. കേരളത്തിൻ്റെതായ വഴിക്ക് പോകും. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശ്രീ ശശി തരൂർ അതുപോലെയുള്ള പ്രഗത്ഭന്മാർ നിരീക്ഷിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചേർന്നിരിക്കുന്ന നിക്ഷേപ സംരംഭകരുടെ മഹാസമ്മേളനം 26 രാജ്യങ്ങളിലെ വിദഗ്ധരും അതുപോലെ തന്നെ നയതന്ത്രജ്ഞരുമാണ് ആ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഏതാണ്ട് 1,00,000 കോടികളുടെ നിക്ഷേപമാണ് അവർ കേരളത്തിലേക്ക് നൽകാൻ തീരുമാനിച്ചത്. കേരളം നല്ല വ്യവസായ അന്തരീക്ഷമുള്ള നല്ലൊരു നാടാണ് എന്ന് അവരെല്ലാം പരസ്യമായി തന്നെ പ്രകടിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എത്ര കോടിയും ഇവിടെ നിക്ഷേപിക്കാം. ഇവിടെ സുരക്ഷിതമാണ്, വ്യവസായം വളരും, രാജ്യം ഉയരും. കേരളത്തിൻ്റെ താല്പര്യവുമാണത്. ഇങ്ങനൊരു നിലപാട് സ്വീകരിച്ച ഒരു രാഷ്ട്രീയ നേതാവിനെ, ഒരു നയതന്ത്രജ്ഞൻ, ഭരണാധികാരി, കേന്ദ്രമന്ത്രിയായിരുന്നല്ലോ, അങ്ങനെയുള്ള ഒരാളെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇങ്ങനെ ആക്രമിക്കുന്നത്? ഞാൻ നിരീക്ഷിക്കുന്നത് കോൺഗ്രസ് ഈ കേരളത്തിൻ്റെ അഭിവൃദ്ധിയിൽ തൽപരരയല്ല. കേരളം നശിക്കണമെന്ന് ആഗ്രഹിക്കുന്നൊരു പാർട്ടിയായി കോൺഗ്രസ് മാറാൻ പാടുണ്ടോ? വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു നാടിൻ്റെ മുഴുവൻ വളർച്ചയെയും നിരാകരിക്കാൻ പാടുണ്ടോ? ഈ കേരളം 3.5 കോടി ജനങ്ങളുടെ ജന്മനാട്, വേണമെങ്കിൽ മലയാളികളുടെ ജന്മനാട് തന്നെ വിളിക്കാം. ആ മലയാളികളുടെ ജന്മനാട് നശിക്കണമെന്ന് ആഗ്രഹിക്കാൻ പാടുണ്ടോ? അതല്ലേ ഇവിടെ കോൺഗ്രസിൻ്റെ നേതാക്കൾ, പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ചില കോൺഗ്രസ് നേതാക്കളും ഇവിടെ പരസ്യമായി പ്രകടിപ്പിച്ചത്. തീർച്ചയായും അത് കോൺഗ്രസിൽ തന്നെയുള്ള വലിയൊരു വിഭാഗം ജനങ്ങൾ ആ അഭിപ്രായങ്ങളെ തള്ളിക്കളയുന്നു. ശശി തരൂർ അദ്ദേഹത്തിന് നിലപാട് പറഞ്ഞു. അദ്ദേഹത്തെ പോലെ ഉന്നതനായ രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ ഓരോ ദിവസവും കോൺഗ്രസിൻ്റെ ഈ ചില നേതാക്കന്മാരെ പോലെ അഭിപ്രായം മാറ്റി മാറ്റി പറഞ്ഞു നടക്കുന്ന നേതാവായിരിക്കും. അത് ക്വാളിറ്റിയാണ്. ഒരഭിപ്രായങ്ങൾ പറയുന്നത് വളരെ ആലോചിച്ചിട്ടാണ് അദ്ദേഹം എഴുതുന്നതും ചിന്തിക്കുന്നതുമൊക്കെ. അങ്ങനെയുള്ളൊരു രാഷ്ട്രീയ നേതാവ് അഭിപ്രായം പറഞ്ഞു, അഭിപ്രായം ശരിയാണെന്ന് അദ്ദേഹം പറയുന്നു. അതിനോട് പൊരുത്തപ്പെട്ടു പോവുകയാണ് കോൺഗ്രസ്സുകാർ ചെയ്യേണ്ടത്. ഒരു
കേരളത്തോട് ഒരു അവഗണനാ മനോഭാവം വെച്ചു പുലർത്തി കേരളത്തെ നിരാകരിക്കുന്ന ഒരു നിലപാട് കോൺഗ്രസ് സ്വീകരിക്കരുത്. അത് കോൺഗ്രസിൻ്റെ നാശം മാത്രമേ ഉണ്ടാകൂ. കോൺഗ്രസ് അങ്ങനെ നശിക്കരുത് എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇന്ത്യ ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന മഹാവിപത്ത്, വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ ആപത്ത്, അമേരിക്കയിലെ ട്രംപിൻ്റെ അധികാരത്തിലേക്കുള്ള കടന്നുവരവ്, അത് ഇന്ത്യയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രത്യാഘാതങ്ങൾ, ഇതെല്ലാം മനസ്സിലാക്കി രാജ്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി എല്ലാ മതേതര ജനാധിപത്യ ശക്തികളും ഒന്നിച്ചു നിന്ന് ഇന്ത്യയുടെ രക്ഷയ്ക്ക് വേണ്ടി ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ, വർഗീയ ഫാസിസ്റ്റുകളെ ചെറുത്തു തോൽപ്പിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസ് നശിക്കരുത് എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ രാഷ്ട്രീയമല്ല, രാജ്യത്തിൻ്റെ താല്പര്യമല്ല കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളൊക്കെ ഒന്ന് വിശദമായി ആലോചിച്ച് ഒരു ശരിയായ നിലപാടിലേക്ക് വരുന്നതാണ് നല്ലത്.